പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ സന്ദർഭങ്ങളിലും കരുണാവാരിയായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ മുറുകെ പിടിക്കണമെന്നും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും അതിലൊക്കെയും അവൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും എന്നെയും നിങ്ങളെയും പ്രാർത്ഥന വസിയത്ത് ചെയ്യുന്നു. ഹിജ്റയുടെ മാസമാണിത്. ഹിജ്റ വർഷം ആരംഭിച്ച മാസം മുഹറം, യുദ്ധം നിരോധിക്കപ്പെട്ടിട്ടുള്ള പവിത്രമായ മാസങ്ങളിലൊന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുകയും ചെയ്തിട്ടുള്ള മാസങ്ങളിലൊന്നാണ് മുഹറം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ യൗമ ഖലഖ അസ്സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ ദാലിക ദീനുൽ ഖയ്യിം. ഭൂമിയിൽ കാലഗണന പരിഗണിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട നാളുകളിൽ തന്നെ മാസങ്ങളെ 12 അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച് വെച്ചിട്ടുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ 4 വളരെ പവിത്രമാകുന്നു, പരിപാവനമാകുന്നു. ആ ഒരു സൂറത്ത് തൗബയിലെ ആ വചനത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനെല്ലാ വശങ്ങളിലേക്കും നമ്മളിപ്പോൾ കടന്ന് പോണില്ല. കലണ്ടറുമായി ബന്ധപ്പെട്ട മാസഗണനയുമായി ബന്ധപ്പെട്ട ഒരവതരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കലണ്ടറിലൊക്കെ ഇപ്പം ഇസ്ലാം എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. കാരണം ആരാധനാപരമായ കാര്യങ്ങളാണ് മതപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫ്രെയിമിൽ മാത്രമുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കി വെച്ച ഒരു കാലത്ത് കലണ്ടറിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. 12 മാസങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. പലതരത്തിൽ മാസങ്ങളെ കാലഗണന പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ ലോകത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ചന്ദ്ര കലണ്ടറും രണ്ടാമത്തത് സൂര്യ കലണ്ടറുമാണ്. ഈ 2 കലണ്ടറുകളാണ് ലോകത്ത് വളരെ പ്രത്യേകമായിട്ട് നിലനിൽക്കുന്നത്. പിന്നീട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതും കൃഷിയുമായി ബന്ധപ്പെട്ടതും സാംസ്കാരികമായി പ്രാദേശികവുമായി ബന്ധപ്പെട്ട കാലഘടനകളൊക്കെ ലോകത്തുണ്ട്. ഇതിലേത് പരിഗണിക്കണം എന്നുള്ളത് അതത് സമൂഹങ്ങളുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ആശയം, ഒരു ദർശനത്തെ അവൻ എന്താണോ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കലണ്ടറും വരിക. അല്ല, കലണ്ടർ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സാധനം അല്ല. ഇതിൽ തന്നെ അല്ലാഹു ദാലിക ദീനുൽ ഖയ്യിം, ശരിയായ ദീൻ എന്ന് പറയുന്നത് ഈ 12 മാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ പരിഗണിച്ച് കൈകാര്യം ചെയ്യലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കലണ്ടറിൽ വലിയ അട്ടിമറികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനിയും നടന്നുകൂടായൊന്നുമില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. ഇപ്പം നമ്മൾ പാലിക്കുന്ന ഒരു കലണ്ടർ, ഇതിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് പറയുക. ഗ്രിഗോറിയൻ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പ്, ഒരു പാപ്പ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പോപ്പിൻ്റെ പേരാണ് ഗ്രിഗോറിയൻ എന്നുള്ളത്. അതുകൊണ്ട് ഈ കലണ്ടർ ഒരു ശുദ്ധ നിഷ്കളങ്ക മതേതര സെക്യുലർ സോഷ്യൽ ജനകീയ മാനവിക കലണ്ടറാണെന്നൊന്നും ആരും വിചാരിച്ചു പോകണ്ട. ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ ആധിപത്യം നടത്തിക്കൊണ്ട് യൂറോപ്പ് ലോകത്തിൻ്റെ മേൽ ആധിപത്യം നടത്തിയതുകൊണ്ട് അവരുടെ അധികാരഘടനയാണ് ലോകത്തുടനീളം നിൽക്കുന്നത്. അപ്പോൾ ഈ കലണ്ടർ അതിൻ്റെ കൂടി ഒരു അടയാളമാണ്. ആരാണ് ലോകത്തെ ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ കലണ്ടർ. കാരണം യൂറോപ്പാണ്, പാശ്ചാത്യ ശക്തികളാണ് കുറച്ചു കാലമായി ലോക നാഗരികത നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഈ 2025 ഇന്ന് ജൂലൈ 3 അല്ലെങ്കിൽ 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാത്രമല്ല ലോകത്തുടനീളം എല്ലാ മനുഷ്യരുടെയും വേൾഡ് അംഗീകരിച്ച കലണ്ടറാണത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരന് വേണ്ട കലണ്ടറൊന്നുമല്ല, മലയാളിക്ക് വേണ്ട കലണ്ടറുമല്ല, മുസ്ലിമിനും ഹിന്ദുവിനൊന്നും വേണ്ട കലണ്ടറല്ല. ഇത് റോമക്കാരന് യൂറോപ്യന് മാത്രം വേണ്ടപ്പെട്ട കലണ്ടറാണ്. കാരണം ഓൻ്റെ ഭൂമിശാസ്ത്ര കാലാവസ്ഥ, അവിടുത്തെ വസന്തകാലം, അവിടുത്തെ മഞ്ഞുകാലം, അവിടുത്തെ മഴക്കാലം, അതൊന്നും ഇട്ട് ഇതിന് ഒരു ബന്ധമില്ല. നമ്മുടെ നാട്ടിലെ ഓനക്കുണ്ട്, അതുകൊണ്ട് ഓനതെടുക്കും. ആ കലണ്ടർ പിന്നെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഹുക്കൂമത്ത്, സുൽത്താനത്ത് അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ തൊട്ട് മുമ്പുള്ള സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് ഓതി വെച്ചിരുന്നു. റബ്ബി അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അള്ളാഹു എന്നെ സത്യത്തോടുകൂടി പുറപ്പെടുവിക്കണം, സത്യത്തോടുകൂടി തന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണം. എനിക്ക് നല്ല കരുത്തുള്ള ഒരു സഹായമാകുന്നൊരാധിപത്യത്തെ,
നല്ല ഒരു ആധിപത്യത്തെ നീ എനിക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സുൽത്താനത്ത് വേണമെന്ന് പറയുന്നുണ്ട്. ഇന്ന് പാശ്ചാത്യ നാഗരികതയുടെ സുൽത്താനിയത്താണ് ലോകത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്നവരുടെയൊക്കെ കലണ്ടർ ഇതാണ്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അവിടുന്ന് വന്നതാണ്. അതുകൊണ്ട് ആ കലണ്ടർ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഏതായാലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയത്തൊക്കെ പഠിക്കണതും പരിശോധിക്കണതും ഒക്കെ നല്ലതാണ്. ഏതാണെങ്കിലും ഈ കലണ്ടർ ഇസ്ലാമിൻ്റെ കലണ്ടറാണ്, ഇന്ത്യയുടെ കലണ്ടറാണ്, കേരളത്തിൻ്റെ കലണ്ടറാണ്, മുസ്ലിങ്ങളുടെ കലണ്ടറാണ്, സോഷ്യലിസ്റ്റുകളുടെ കലണ്ടറാണ് എന്നൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത് ലോകത്തെ അടക്കി ഭരിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ശക്തികൾ അവരുടെ ചൂണ്ടയിലാണ് നമ്മളുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ അലാമത്തും ഷിയാറും അടയാളമൊക്കെ ആയിട്ടാണ് ഈ കലണ്ടർ എപ്പോഴും വേൾഡ് അടിസ്ഥാനത്തിൽ തിരിഞ്ഞു കറങ്ങി എല്ലാവരും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും സെക്യുലറിസ്റ്റും സോഷ്യലിസ്റ്റും ജനാധിപത്യവാദിയും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഇത് നോക്കിയിട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഒരടിമത്തത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. പ്രായോഗിക ആവശ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി പുതിയ കാലത്ത് നിർബന്ധിതമായി നമ്മളിതിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതുപോലും പരിശോധന വിധേയമാക്കണം ഒരു ഘട്ടത്തിൽ. ചിലത് വേറെ വഴി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയതൊന്നുമല്ല. നമ്മൾ ചാണിന് ചാണ് മഴത്തിന് മഴ ആരും ഉണ്ടെന്നോ എന്തുണ്ടെന്നോ നമ്മൾ നോക്കിയിട്ടില്ല. ഈ കലണ്ടറാണെങ്കിൽ ഈ കലണ്ടർ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച ഹോളിഡേ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദിവസം എന്നാണ്. ആർക്കാണ് ഹോളിഡേ വിശുദ്ധ ദിവസം എന്ന് പറയുന്നത്? യൂറോപ്പായിട്ട് ബന്ധപ്പെട്ട സൗരഡേ ആണത്. ഞായർ എന്ന് പറഞ്ഞാൽ സൺഡേ എന്നുള്ള, സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ദിവസം, സൂര്യനെ ആരാധിക്കുന്നവരുടെ ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. അത് ഹോളിഡേ ആർക്കായിരിക്കും? ക്രിസ്ത്യാനിറ്റിക്ക് ആവൂല അത്, യഹൂദിസത്തിനാവൂല അത്, ഇസ്ലാമിനാവൂല അത്, ബുദ്ധിസത്തിനാവൂല അത്, പിന്നെ ആർക്കായിരിക്കും? ഏതോ ഒരു പാകന സിദ്ധാന്തങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന വളരെ യാഥാസ്ഥികമായ ആശയങ്ങളെ വെച്ച് പുലർത്തി. അതായിരുന്നു റോം, അതാണ് പാശ്ചാത്യ ലോകം. വിശ്വാസത്തിലും കർമ്മത്തിലും ഒക്കെ വളരെ പിന്നിൽ സഞ്ചരിച്ച കൂട്ടരാണ് അവർ സൂര്യാരാധകരായിരുന്നു. അതുകൊണ്ട് അവർക്ക് സൂര്യാരാധന ദിവസം ഹോളിഡേ ആണ്. അതുകൊണ്ട് സൺഡേ ഹോളിഡേ ഇങ്ങനെയല്ല നമ്മൾ പഠിപ്പിച്ചത്. നമുക്കെന്താ സൺഡേ ഹോളിഡേ? ഇപ്പൊ സൺഡേ എങ്ങനെ നമ്മുടെ ഹോളിഡേ? ഹിന്ദുവിന് അതാവേണ്ട കാര്യമില്ല, മുസ്ലിമിന് അതാവേണ്ട കാര്യമില്ല, ക്രിസ്ത്യാനിക്ക് അതാവേണ്ട കാര്യമില്ല. ലോകത്തെ ഒരു മതസമൂഹത്തിനും എന്താവേണ്ട കാര്യമില്ല, സൺഡേ ഹോളിഡേ ആകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സൂര്യാരാധകർക്ക് ഒഴിവ് ദിവസം ആകേണ്ട ഒരു ദിവസം ലോകാടിസ്ഥാനത്തിൽ എല്ലാവരുടെയും ഹോളിഡേ ആയി പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞത് ആധിപത്യം ഉള്ളത് കൊണ്ടാണ്, സുൽത്താനിയത്ത് ഉള്ളത് കൊണ്ടാണ്. മെജോറിറ്റിയും പവർ ഹൗസും അതുപോലെ തന്നെ അധികാരമൊക്കെ സുപ്രീം സോവറിറ്റി ഒക്കെ ഉള്ളത് കൊണ്ടാണ് ലോകത്തുടനീളം എല്ലാവർക്കും അവധി ദിവസം എന്ന് പറയുന്നത് എന്താണ്? ഞായറാഴ്ചയാണ്. അത് നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതോ നമ്മളുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതോ വിശ്വാസവുമായി ബന്ധപ്പെട്ടതോ പ്രകൃതിയായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. അതാണ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക്. അതാണ് ലോക നിയന്ത്രണം എന്ന് പറയുന്നത്. അല്ല അധികാരം എന്ന് പറയുന്നത് പള്ളി കമ്മിറ്റി ഉണ്ടാക്കുക, അമ്പലം കമ്മിറ്റി ഉണ്ടാക്കുക, ചർച്ച കമ്മിറ്റി ഉണ്ടാക്കുക എന്നല്ല. വേൾഡ് ആയിട്ട് എല്ലാ മനുഷ്യരെയും നിയന്ത്രിക്കാൻ, നിർണയിക്കാൻ, ചൂണ്ടയിട്ട് വലിക്കാൻ, അതിൻ്റെ എല്ലാ അവസാനത്തെ സ്വിച്ച് വിടാനുള്ള അധികാരം, അതിനാണ് ഹുക്കൂമത്ത് എന്ന് പറയാം. അല്ലാതെ ഹുക്കൂമത്ത് സുൽത്താനത്ത് എന്നൊക്കെ പറയണത് ഞാനൊരു ജാതി സംഘടന, അതിൻ്റെ ഉള്ളിൽ എനിക്ക് കുറെ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്, അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉന്തിയും നള്ളിയും മറിച്ചും വലിച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളൊരു മതസംഘടനക്ക് അതിൻ്റെ ഒരു പവറുണ്ട്. ഞങ്ങളൊരു പള്ളി കമ്മിറ്റി, ആ പള്ളി കമ്മിറ്റി കുറെ പവറുണ്ട്. ഞങ്ങൾ ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി കുറെ പണിയെടുക്കുന്നുണ്ട്, CPM, കോൺഗ്രസ്, BJP, DK എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും അല്ല ശരിക്കും പവർ എന്ന് പറയുന്നത്. മറിച്ച് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും കൃത്യമായ മാർഗദർശനം, എന്തെങ്കിലും മാർഗദർശനം കൊടുക്കുക എന്നുള്ളതല്ല. ഏറ്റവും ശരിയായ ഇന്നഹാദൽ ഖുർആൻ യഹ്ദിലില്ലത്തി ഹിയ അഖ്വം, ഖുർആനെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു ഒരു സംഗതിയുള്ളത്. ഏറ്റവും ശരിയായ വഴിയാണ് ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സമുദായവും ജാതിയും പാർട്ടിയും സംഘടനകളും ദേശവും ഭാഷയും പാർട്ടി മതങ്ങളും ഒന്നും ചിലപ്പോൾ അങ്ങനെ സമർപ്പിക്കില്ല. ഏറ്റവും ക്ലിയറായ വഴി സമർപ്പിക്കുന്നത് ഇതായിരിക്കണം. ആ ക്ലിയറായ വഴിയെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊജക്റ്റ് ആക്കാനും അധികാരമുള്ളത് ആരാണോ അതാണ് ഏറ്റവും നല്ല അധികാരം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ആർക്കാണോ മെജോറിറ്റി ഉള്ളത്, ആർക്കാണോ കുതന്ത്രങ്ങളും കുൽസിത പ്രവർത്തനങ്ങളും ഭൗതികമായ സംവിധാനങ്ങളും അതിൻ്റെ പെരുപ്പൊക്കെ ഉള്ളത്, അതനുസരിച്ച് ലോക നാഗരികതയെ, മനുഷ്യ സമൂഹത്തെ, വ്യക്തിയെ, സമൂഹത്തെ, രാജ്യങ്ങളെ, മതങ്ങളെ ഒക്കെ അവർ നിയന്ത്രിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ കലണ്ടറുകൾ കാണുന്ന പോലെ വളരെ നിഷ്കളങ്കമായ ഒരു സാധു കലണ്ടറല്ല ഈ തൂങ്ങണമെന്ന് മനസ്സിലാക്കണം. അധികാരവും ശക്തിയും പവറും ഒക്കെ ഉള്ളവർ ആണ്. മലയാളിക്ക് ഇപ്പോൾ ഈ കലണ്ടർ ആവശ്യമില്ല. മലയാളിയുടെ കലണ്ടർ ഒന്നുകിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന കലണ്ടർ ഉണ്ടല്ലോ. കാരണം അതിന് കാലാവസ്ഥയായിട്ട് ബന്ധമുണ്ട്, നമ്മുടെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കലണ്ടർ നമുക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. അങ്ങനത്തെ കലണ്ടർ അല്ല ഇത്. ചിങ്ങവും കന്നിയായിട്ട് ബന്ധപ്പെട്ട കലണ്ടർ അല്ല യഥാർത്ഥത്തിൽ ഇതെന്ന് പറയുന്നത്. ഇനി വിശ്വാസപരമായിട്ടാണെങ്കിൽ ഹൈന്ദവർക്കും ബുദ്ധന്മാർക്കും ജൈനന്മാർക്കും ഒക്കെ വേറെ കലണ്ടറുകളുണ്ട്. അതനുസരിച്ചിട്ടാണ് ആ സമൂഹങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടത്. അതേപോലെ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളവും നമുക്കൊരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ എന്ന് പറയുന്നത് ഹിജ്റ
കലണ്ടർ. അത് വസന്തകാലം മഞ്ഞുകാലമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് നേരം ആ രീതിയിലല്ല അതുള്ളത്. മറിച്ച് ചന്ദ്രന്റെ, കാരണം ചന്ദ്രന്റെ സഞ്ചാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാലം തിരിഞ്ഞു മറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞു വരും, തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാ സമയവും ജൂണിൽ തന്നെ മെയ് മാസത്തിൽ തന്നെ ചൂടുകാലം എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല, സംഭവിക്കില്ല. മറിച്ച് അറബി കലണ്ടർ അനുസരിച്ച് ഇതെങ്ങനെ ഇപ്പൊ ഹജ്ജൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, നല്ല ചൂടുള്ള സമയത്ത് വരും, നല്ല മഴയുള്ള സമയത്ത് വരും, നല്ല തണുപ്പുള്ള സമയത്ത് വരും. അല്ലാതെ ദുൽഹിജ്ജ എന്ന് പറയുന്നത് സ്ഥിരം തണുപ്പ് കാലത്ത് മാത്രം നടക്കുന്ന പരിപാടിയല്ല, സ്ഥിരം ചൂടുകാലത്ത് മാത്രം നടക്കുന്ന പരിപാടിയല്ല, നല്ല തെളിഞ്ഞ വസന്തകാലത്ത് മാത്രം നടക്കുന്ന പരിപാടിയല്ല. മറിച്ച് കാലത്തോടും സമൂഹത്തോടും പ്രകൃതിയോടും മനുഷ്യരോടും, അതുകൊണ്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് ഹിജ്രി കലണ്ടറിന്, ചന്ദ്ര കലണ്ടറിന് യഥാർത്ഥത്തിലുണ്ട്. കാരണം അവന്റെ വ്യത്യസ്തമായ നമ്മള് ഒരു വിഭാഗത്തിന് മാത്രം എല്ലാ സമയത്തും സൗകര്യങ്ങൾ കിട്ടുക എന്നുള്ളതല്ല. അപ്പൊ നോമ്പൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോമ്പ് തിരിഞ്ഞു മറിഞ്ഞിപ്പം വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം വർഷം ഇങ്ങനെ ചൂട് കുറഞ്ഞ കാലം. ഇതുവരെ ഒരു 4 വർഷത്തെ റമദാൻ എന്ന് പറയുന്നത് ചുട്ടുപഴുത്ത നല്ല ചൂടല്ല, കാലാവസ്ഥ വട്ടം തിരിഞ്ഞ് വന്നുകൊണ്ട് വല്ലാതെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല, എന്നാൽ പോലും നമ്മൾ വേവുമായിരുന്നു. ഇനി അത് നേരെ തിരിച്ചിങ്ങനെ പിന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ആ കലണ്ടറിന്റെ, ഹിജ്രി കലണ്ടറിന്റെ, ചന്ദ്ര കലണ്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിലൊന്നാണ് അത്. അതുകൊണ്ട് മറ്റേ സൗര കലണ്ടർ മോശമൊന്നുമല്ല, പക്ഷെ ഈ കലണ്ടർ സൗര കലണ്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടാണെങ്കിൽ പോലും കള്ളക്കളി നടത്തിയിട്ടുണ്ട് അവര്. അതിലിപ്പോ ഈ ആഗസ്റ്റ് മാസം എന്ന് പറഞ്ഞിട്ടൊരു മാസമുണ്ട്, ഇവർക്ക് 10 മാസം ഉള്ളായിരുന്നു ശരിക്കും. സൗര കലണ്ടറിൽ ആദ്യം റോമക്കാർക്ക് 10 മാസം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 10ാമത്തെ മാസം ഡിസംബറാണ്. ഡിസംബർ എന്ന് പറഞ്ഞാൽ ദശം ഡിസംബർ, 10ാമത്തെ സംസ്കൃത. അതുപോലെ തന്നെ മറ്റെന്താണ് ഇവരുടെ ഭാഷ ഉണ്ടല്ലോ, നമ്മുടെ എന്താണ് ലാറ്റിൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഏകദേശം ഒരു 12 സാധനങ്ങളാണ്. അതിലുള്ള പ്രയോഗമാണ് ദശം, 10ാമത്തെ. ഏകാദശി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ ദശംബർ 10ാമത്തെ. നവംബർ എന്ന് പറഞ്ഞാൽ 9ാമത്തെ 9ാമത്തെ മാസം നവംബറും 10ാമത്തെ മാസം ഡിസംബറുമാണ്. പക്ഷെ കലണ്ടറിൽ 11ാമത്തെ മാസം 9ാമത്തെ മാസവും 10ാമത്തെ മാസം 12ാമത്തെ മാസമാണ്. അത് അവര് കലണ്ടറിൽ അട്ടിമറി നടത്തിയതാണ്, കലണ്ടറിൽ കടന്ന് കയറി അക്രമം നടത്തിയതാണ് അവര്. അതിന്റെ കാരണം എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ താല്പര്യങ്ങളായിരുന്നു. അഗസ്റ്റസ് സീസർ എന്ന് പറയുന്ന റോമിന്റെ ഭരണാധികാരിക്ക് അപ്രമാദിത്വം കൊടുക്കാൻ. അങ്ങനെയാണ് ആഗസ്റ്റ് വരുന്നത്. ആഗസ്റ്റ് മാസം, ഇപ്പൊ ജൂലൈ കഴിഞ്ഞാൽ ആഗസ്റ്റ് ആണ്. അതാരാ ആളെന്ന് ചോദിച്ചാല് അഗസ്റ്റസ് സീസറാണ്, യൂറോപ്പിലെ ഭരണാധികാരിയാണ്. മൂപ്പര ഒരു കലണ്ടറിലൂടെ ഇപ്പൊ നീലാം സ്ട്രോങ്ങിലെ ചന്ദ്രനിൽ ഇരുത്തി അമേരിക്ക നമ്മളെ കുട്ടികളെ ഹീറോയായി മാറുന്നത് പോലെ, അങ്ങനെ ഉണ്ടല്ലോ. ഒരു കാര്യം ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ചെയ്തൊരു സൂത്രവാക്യാണത്. അമേരിക്ക എന്ന് പറയുന്ന വൃത്തികെട്ട രാജ്യം. ഇന്ന് ലോകം ഉണ്ടായതിനു ശേഷം എല്ലാ വൃത്തികേടും ചെയ്ത് വളർന്നു വന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതിന് നമ്മുടെ പിഞ്ചു കുട്ടികളുടെ മനസ്സിൽ ഓരോ ജനകീയത കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണെന്ന് നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങി. അപ്പോൾ എല്ലാ ജൂൺ 9-നും 10-നും ഒക്കെ എന്ത് ചെയ്യും എന്നതുപോലെ പതിപ്പിക്കാൻ വേണ്ടിയിട്ട്, സാമൂഹികമായി ജനകീയമായി ഭൂമിയിലെ മനുഷ്യരുടെയൊക്കെ ഉള്ളിലെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അഗസ്റ്റസ് സീസറെ, അപ്പൊ സീസറുടെ ഒരു അപ്രമാദിത്വത്തെ, യൂറോപ്പിന്റെ ഒരു അധികാര ഘടനയെ വളരെ സമർത്ഥമായി ഒളിച്ചു കടത്താനുള്ള ശ്രമം പോലും എന്ത് ചെയ്തിട്ടുണ്ട് ഈ കലണ്ടറിൽ അവര്. അത് രണ്ടും കൂടി കയറ്റിയപ്പോഴാണ് അവർക്ക് എന്ത് സംഭവിച്ചത്, 2 ജൂലൈ ഉണ്ട്, അതേപോലെ ജൂലിയസ് സീസർ അതും കൂടി കയറി വന്നപ്പോൾ എന്തായി, 2 മാസത്തെ 9-ഉം 10-നും കൊണ്ടുപോയിട്ട് 11-ഉം 12-ഉം ആക്കിയിട്ടൊക്കെ അതൊക്കെ നമ്മൾ പഠിക്കണമെന്നല്ലത്. ഒന്നും അത്ര നിഷ്കളങ്കമായി വളരെ ശുദ്ധമായി നടക്കുന്ന സാധനമല്ല. ജനുവരി എന്ന് പറഞ്ഞാൽ ഒരു ദേവിയുടെ പേരാണ്, ഒരു ദേവന്റെ പേരാണ്. യൂറോപ്യന്മാര് അല്ലെങ്കിൽ റോമക്കാരെ ആരാധിച്ചിരുന്ന ഒരു ദൈവത്തിന്റെ പേരാണ് ജനുവരി. അല്ല ശുദ്ധമായ ഒരു ജനുവരി മാസം, ഒരു മാസത്തിന് ഒരു നിഷ്കളങ്കമായ പേര് കൊടുത്തതല്ല. അതിൽ ഷിർക്കുണ്ട്, കുഫറുണ്ട്, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്, എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണിത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് വെറുതെ ഒന്നുമല്ല. അല്ലാഹു സൂറത്ത് തൗബയില് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കണത് 12 മാസം അള്ളാഹ് നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അത് ഷിർക്കും ദുൽമും ഫസാദും ഫിത്നയൊന്നും ഇല്ലാത്ത കലണ്ടറാണ്. ആരുടെയെങ്കിലും ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഒരു പ്രത്യേക ദേശത്തെ പ്രൊമോട്ട് ചെയ്യുന്ന കലണ്ടർ അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അധികാര ഘടനയെ അടിച്ചേൽപ്പിക്കുന്ന കലണ്ടറല്ല. ചന്ദ്രൻ ഏതായാലും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, അള്ളാന്റെ നിയന്ത്രണത്തിലാണ്. അതിന്റെ കറക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു കലണ്ടർ എന്ന് പറയുന്നത് പോലും വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ തൂക്കുന്ന കലണ്ടർ, അപ്പൊ ഹിജറ കലണ്ടർ സൗര കലണ്ടർ അല്ല. സൗര കലണ്ടറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സൂര്യന്റെ ഇതിനനുസരിച്ചാണ് നിസ്കാരം ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മോശം നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമസ്കാര സമയങ്ങൾ സൂര്യൻ, നമുക്ക് കലണ്ടർ ഇതൊന്നും ഇല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സംഗതി എന്താ,
സൂര്യനെ നോക്കിയാൽ മതി. സൂര്യന്റെ എല്ലാ 5 വക്ത നമസ്കാരങ്ങൾക്കും സൂര്യനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് മാനദണ്ഡമായിട്ട് നിശ്ചയിച്ചത്. ഒരു സാധനം ആ വസ്തുവിന്റെ നിഴലിൽ എത്തുന്ന സമയത്ത് അതിന്റെ അതേ വലുപ്പത്തിലെത്തുമ്പോൾ ളുഹർ, അത് അതിന്റെ 2-3 ഇരട്ടേക്ക് വന്ന് പടിഞ്ഞാറ്റേക്ക് ചായ തുടങ്ങിയാൽ അസർ, സൂര്യൻ അസ്തമിച്ചാൽ മഗ്രിബ്, അസ്തമയത്തിന്റെ ശോഭ മറഞ്ഞു കഴിഞ്ഞാൽ ഇശ. അതുപോലെ തന്നെ പ്രഭാതത്തിലെ സൂര്യന്റെ ഉദയത്തിന്റെ വെളിച്ചം പൊട്ടിപ്പുറപ്പെടാൻ ഫജ്റു സാദിഖ്, അപ്പൊ സുബഹി. സൂര്യഘടനയിലാണ് ചന്ദ്രൻ നമസ്കാരത്തെ, സത്യവിശ്വാസിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ അതുകൊണ്ട് അതേസമയം കലണ്ടറുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപകടകരമായ അട്ടിമറികൾ, ദിവസത്തെയും സമയത്തെയും മാസങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്, ഇനിയും ഭാവി കാലത്തൊക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിൽപ്പെടാത്ത അതിന് വഴങ്ങിക്കൊടുക്കാത്ത കലണ്ടറാണിത് മുഹറം, അല്ലെങ്കിൽ ഹിജറ വർഷത്തിന്റെ തുടക്കത്തോടു കൂടി നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അതിന് ആദർശപരമായ മാനങ്ങളുണ്ട്, വിശ്വാസപരമായ മാനങ്ങളുണ്ട്, ഭൗതികമായ താല്പര്യങ്ങളെ, ഇന്നത്തെ ലോകഘടനയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളോടുള്ള പ്രതിരോധത്തിന്റെയും അതുപോലെ തന്നെ അവരെ അഭിമുഖീകരിക്കുന്നതിന്റെയും അതിജീവിക്കുന്നതിന്റെയും ഒരു തലത്തിലുണ്ട്. കലണ്ടർ മാറി സ്വീകരിക്കുന്നതിൽ പോലും ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഈ മുഹറം മാസം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇടയിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. എന്താണ് ഇപ്പോൾ മുഹറം 9, 10 എന്നുള്ളത്? ഇപ്പോഴും അതിന്റെ ചർച്ച കിടക്കുന്നത് അതുമ്പോൾ തന്നെയാണ്, മുഹറം 9, 10 എന്നുള്ള കാര്യം. ഇപ്പൊ ഞാനൊരു അഭിപ്രായം പറയാനൊന്നും ആളല്ല. കാരണം മുസ്ലിം സമുദായത്തിലെ കേരളത്തിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന സംഘങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ മാസപ്പിറവി കണ്ടിട്ടുള്ളത്. പലരും പല രീതിയിലാണ് ചിലവർക്ക് ശനിയും ഞായറുമാണ്, നാളെ മറ്റന്നാളാണ് 9, 10. ചിലവർക്ക് ഞായറും അതുപോലെ തന്നെ തിങ്കളുമാണ് 9, 10. ചില ആളുകൾ ഗൾഫിലൊക്കെ വെള്ളിയും ശനിയാണ് 9, 10 ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഘടനയിൽ നിൽക്കുന്നുണ്ട്. അതിന് ഞാനും ഇടങ്ങാറാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മുകളിൽ നിൽക്കുന്നവർ, നമ്മളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗുണപരമോ ദോഷപരമായ രീതിയിൽ എന്താണ് അവരുടെ താല്പര്യങ്ങൾ എന്നത് ഓൽക്ക് മാത്രമേ അറിയുള്ളൂ. അവരുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയാണത്. അല്ലെങ്കിൽ മാസത്തെ അതിന് വേറെ സംഗതി ഉണ്ട്, വേറെ ഒരു മറുഭാഗം പറയാറുണ്ട്. എന്നാൽ പിന്നെ മുഹറം ജനുവരി 1 കല്യാണം എന്ന് പറഞ്ഞാൽ ജനുവരി 1 എല്ലാവർക്കും കല്യാണം, മുഹറം 1 കല്യാണം എന്ന് പറഞ്ഞാൽ മുഹറം 1 കല്യാണം നടത്തണമെങ്കിൽ ഭയങ്കര പണിയാണ്. കാരണം ഈ ചന്ദ്രനും സൂര്യനും ഒക്കെ ഇങ്ങനെ കാലഘടന അനുസരിച്ചിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടും എന്താണ് ഒരൊറ്റ കലണ്ടറിലേക്ക് പോകാൻ മുസ്ലിം സമുദായത്തിന് പറ്റാത്തത് എന്നൊക്കെ വളരെ ലളിത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരോട് നമുക്ക് പറയാനുള്ളത്, മുസ്ലിം സമുദായത്തിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതൊരു മാസപ്പിറവിയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. അതിന്റെ രാഷ്ട്രീയ, അതിന്റെ മത, സാമ്പത്തിക, വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക എല്ലാ മേഖല എടുത്ത് പരിശോധിച്ചാലും കുത്തഴിഞ്ഞു കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു മേഖല മാത്രം എന്തോ ഒരു ഭയങ്കര പ്രശ്നമായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാധനമല്ല ഇത്. പല ഭാഗങ്ങളും എന്താണ് തകർന്ന് തരിപ്പണമായി. വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ നിലപാടുകളിൽ പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക സദാചാര സാമ്പത്തിക ഘടനയിൽ വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നതുപോലുള്ള കുഴപ്പം എവിടെ ഉണ്ട്? മാസപ്പിറവിയിലും ഉണ്ട്. അവിടെ മാത്രം കുഴപ്പമുണ്ടായി, ബാക്കിയൊക്കെ വളരെ ഭംഗിയായിട്ട് നിൽക്കുകയാണ് എന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമല്ല. അതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ, മാസപ്പിറവിയേക്കാൾ വലിയ കുഴപ്പങ്ങളുള്ള മേഖലകൾ വിശ്വാസരംഗം, കർമ്മരംഗം, പൊളിറ്റിക്കൽ മേഖല, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക സദാചാര സംവിധാനങ്ങൾ, ഇതിലൊക്കെ തന്നെ ഈ മുസ്ലിം സമുദായത്തിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രശ്നം മാത്രമാണ് എന്ത്? മാസപ്പിറവി എന്ന് നമ്മൾ കണ്ടാൽ മതി. അല്ല മാസപ്പിറവിയാണ് ആഗോള പ്രശ്നങ്ങളുടെ എല്ലാ കാരണങ്ങളും, മുസ്ലിം സമുദായത്തിന്റെ എല്ലാ കുഴപ്പം എന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അത് ശരിയാവാൻ എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി മുസ്ലിം സമുദായം ഇസ്ലാമിലേക്ക് തൂബൂ ഇലല്ലാഹി ജമീഅൻ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി ഇസ്ലാം നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങണം. കഷ്ണമായി മുറിച്ചു വെട്ടി സംഘടനകളും വ്യക്തികളും രാഷ്ട്രങ്ങളും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാം ഉണ്ട്. അവനാന്റെ താല്പര്യത്തിന് അനുസൃതമായ രീതിയിൽ ഇങ്ങനെ കേക്ക് മുറിച്ച് കേക്ക് ഉണ്ടാക്കി വെച്ച് ഇസ്ലാം കേക്ക്, എന്നിട്ട് പിന്നെ ഒരു കഷ്ണം അങ്ങോട്ട് ഒരു കഷ്ണം ഇങ്ങോട്ട്, കാലൊരു കൂട്ടര് തലൊരു കൂട്ടര് ആടിനെ കൂട്ടിയിട്ട് അങ്ങനെയുള്ള വെക്കുക എന്നതുപോലെ ഇസ്ലാമിനെ പല കഷണങ്ങളാക്കിയിട്ടാണ് സംഘടനകളും രാഷ്ട്രങ്ങളും ഒക്കെ എന്ത് ചെയ്യണത്, ആ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. ഇത് മോശപ്പെട്ട രീതിയിലൊന്നുമല്ല. ചിലത് അവരുടെ അറിവിന്റെ പരിമിതിയാവാം, അല്ലെങ്കിൽ അവരുടെ നിർബന്ധിത സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ അവർ പഠിച്ചതിന്റെയും മനസ്സിലാക്കിയതിന്റെയും ഒക്കെ പരിമിതികളാവാം. അതിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യാൻ ഞാനിപ്പം ആളല്ല. എന്നാലും മുനാഫിക്കുകളുണ്ട്, വളരെ അപകടകരമായ അതിക്രമകാരികളൊക്കെ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിനെ ദുരുപയോഗം ചെയ്യാൻ തീരുമാനിച്ചവരൊക്കെ അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ അവരെ അള്ള കൈകാര്യം ചെയ്തോളും. നിഷ്കളങ്കമാരെ കുറിച്ച് നമുക്ക് വർത്താനങ്ങളില്ല. അപ്പൊ ദീനിനെ എങ്ങനെ കഷ്ണം വെട്ടി ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതാണ് ദീന്, ഇതുമ്മലാണ് ദീന്, ഇത് മാത്രമാണ് ദീൻ എന്നാണ് മുസ്ലിം സംഘടനകളിലെ ഓരോ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളും ഒക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗതികേട് നമ്മൾ കഴിച്ചിലാവണം. അല്ല അങ്ങനെ ഒരു ദീന് വെച്ചിട്ടില്ല. ഇസ്ലാം പൂർണ്ണമായ ദീനാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, വീട് പോലെ അല്ല, കോലായി ഒരാളെടുത്ത്, ബെഡ്റൂം വേറൊരാളെടുത്ത്, അടുക്കള വേറൊരാൾ കൊടുത്ത്, പ്രയർ ഹാള് വേറെ കൊടുത്ത്, ലിവിംഗ് റൂം വേറെ, അങ്ങനെ എന്താണ് ഡൈനിങ് ഹാള് വേറെ. ഓരോരുത്തർക്ക് ഡൈനിങ് ഹാളിന്റെ ഒരു സംഘടന, അടുക്കളക്ക് വേറൊരു സംഘടന, പ്രയർ ഹാളിന് വേറൊരു സംഘടന, ആരാധിക്കാൻ ഒരു സംഘടന, പ്രതിരോധിക്കാൻ വേറെ
സംഘടന, പഠിപ്പിക്കാൻ വേറെ സംഘടന, പഠിക്കാൻ വേറെ സംഘടന, ആത്മീയ പ്രവർത്തനത്തിന് വേറെ സംഘടന, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് വേറെ സംഘടന. ഇങ്ങനെയൊന്നും ഒരു സംഘടന ഇസ്ലാമിലില്ല. ഇത് അതുകൊണ്ട് സംഘടനകളുടെ അപ്രമാദിത്വത്തെയോ അതിന്റെ അസ്തിത്വത്തിനൊന്നും ചോദ്യം ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അത് വേറെ ഒരു പഠന വിഷയമാണ്. അതിനെ ഗൗരവത്തിലും ആഴത്തിലും പഠിക്കാൻ ഇസ്ലാമിനെ മുഴുവനായിട്ട് കാണാൻ കഴിയണം. ആ ഇസ്ലാമിനെ മുഴുവനായിട്ട് കാണാൻ കഴിയാത്ത കാലത്തോളം എന്തുണ്ടാവും? രാഷ്ട്രീയ, സാമൂഹിക, മത, സാംസ്കാരിക, വിദ്യാഭ്യാസ, കലാ, സാഹിത്യ, മാസപ്പിറവി, കലണ്ടറിലോ എല്ലാറ്റിലും എന്തുണ്ടാവും? സമുദായത്തിന് ശൈഥില്യവും വില കുറഞ്ഞ നിലപാടുകളിലൊക്കെ പോകേണ്ടി വരും. അപ്പം എന്ത് ചെയ്യേണ്ടി വരുമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് നമുക്ക് സൗകര്യവും അതുപോലെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധിയിൽ വെച്ചിട്ട് വിഷയങ്ങളെ അല്ലാതെ ഒന്നിൻ്റെ പക്ഷം പിടിച്ചു, ഒന്നിൻ്റെ കൂടെ കൂടി അതിൻ്റെ പിന്നിൽ കൂടിയില്ല, നമ്മൾ അന്ന് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നൊക്കെ സ്വയം നമ്മുടെ മനസ്സിന് അസ്വസ്ഥതകളും സമ്മർദ്ദങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം നിഷ്കളങ്കമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായതിനെ സ്വീകരിക്കലായിരിക്കും അത്തരം കാര്യങ്ങൾ. അല്ലെങ്കിൽ അതും പ്രശ്നമാവും. ഉസ്താദാന്ന് അങ്ങനെയാണ് പറഞ്ഞതെന്ന് അറിയാം. ആ ഉസ്താദ് മറ്റേ ശനി ഞായറാന്ന് പറഞ്ഞേക്കണം, ഞായറും നിങ്ങളാന്ന് പറഞ്ഞേക്കണം, വെള്ളിയും ശനിയാണെന്ന് പറഞ്ഞേക്കണം. അതുകൊണ്ടൊക്കെ ഹൈറാവാണെങ്കിൽ പ്രശ്നമല്ല. ഇതൊന്നും അടുക്കാനല്ല, അടുപ്പിക്കാനുള്ള പരിപാടിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായങ്ങൾ പറയാത്തത്. അതിനെ ഗൗരവത്തോടു കൂടി നിങ്ങൾ നോക്കി കണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് എല്ലാ കാര്യം അങ്ങനെ ആകാൻ പറ്റുമോ എന്നൊന്നുമല്ല ചോദ്യത്തിന്റെ അപ്പുറം. ചിലതിൽ നമുക്ക് വേറെ വഴി ഉണ്ടാവില്ല. ആ വഴിയില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി എളുപ്പവും ആശ്വാസകരമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ഇതൊന്നും കുഴപ്പമുണ്ടാക്കാനുള്ള വഴിയായിട്ട് എന്ത് ചെയ്യരുത്? മാസപ്പിറവി മുതൽ, കലണ്ടർ തെറ്റുന്നത് മുതൽ, അതുപോലെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് മുതൽ സംഘടനകളുടെ അപ്രമാദിത്വത്തിനും അതിന് അടിച്ചേൽപ്പിക്കലുകൾക്കും അതിന്റെ ശരിതെറ്റുകൾ പ്രഖ്യാപിക്കാനുമുള്ള ഒരു വേദിയായി അതാണ് പ്രശ്നം, അതിൽ മാത്രമാണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോയിക്കൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ നമ്മൾ നിൽക്കരുത്. അതുകൊണ്ട് ഏതാണോ മുഹറം 9, 10 ആയിട്ട് നിങ്ങളുടെ കലണ്ടറിലും നിങ്ങളുടെ സംഗതികളിലും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നു വിട്ടിട്ടുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും താസുവാവും മാഷൂറാവും എടുക്കണം. 9, 10 നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെൻ്റെ ഗൗരവത്തിൽ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഞാൻ നിങ്ങളൊക്കെ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകുകയുമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ മുഹറം അതുപോലെ തന്നെ ഈ തസ്വാവും ആശൂറാവും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഹസ്രത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ ആ വായത്താണ് ഊതി വെച്ചിരുന്നത്. അതിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദാംശങ്ങൾ കുറച്ചും കൂടി നമ്മൾ പറയും. മൂസാ നബിയുടെ വാർത്തകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ സന്ദർഭം, ഒരു ഫറോവൻ്റെ അടുത്തേക്കും പോകാൻ ധൈര്യമില്ലാത്ത സംവിധാനങ്ങളാണെന്ന് നല്ലൊരു ശതമാനം മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിലുള്ള. അതിന് ഫറോവ ആരാന്നറിയണം, മൂസ ആരാണെന്നറിയണം, മൂസ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയണം, ഫറോവൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ അറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കാലത്ത് ഫറോവ ഉണ്ടെങ്കിൽ ആ ഫറോവയുടെ അടുത്തേക്ക് പോകാൻ കഴിവുള്ള മൂസമാരുണ്ടാവണം. ഇബ്രാഹിം നബിമാര് ഉണ്ടാകണം. മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകണം. അള്ളാഹ് കൽപ്പിച്ചതാ. അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് നിങ്ങളോട് പഠിക്കാൻ പറയുക. എവിടെ ഉണ്ടാകും ഒരു ഫറോവ എന്ന് പറയുന്നത് അന്ന് അവസാനിച്ച ഒരു അധ്യായമല്ല. ഫറോവ എന്ന് പറയുന്നത് നിലപാടുകളിലും സമീപനങ്ങളിലും സ്വന്തം അധികാരത്തെ സർവാധിപത്യ സ്വഭാവത്തിൽ വ്യക്തികളിലും സമൂഹത്തിലും അടിച്ചേൽപ്പിക്കുന്ന സർവാധിപത്യ, സമഗ്രാധിപത്യ, സ്വേച്ഛാധിപത്യ സംവിധാനത്തെയാണ് ഖുർആൻ ഫറോവ എന്നുള്ള രീതിയിൽ, അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുത്തിയതല്ലാതെ. അത്തരം സംവിധാനങ്ങളുണ്ടെങ്കിൽ അത് സൂബാ ഡാൻസ് അടക്കം ജനാധിപത്യ സംവിധാനങ്ങളുടെ മറവിലൂടെ സമഗ്രാധിപത്യത്തെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ആ നിലപാടുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം അവനവന്റെ താല്പര്യങ്ങൾ ഒളിച്ചു കടത്താനുള്ള, അവനവന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പൊതുസമൂഹത്തിന്റെ സ്ക്രൂ ഒക്കെ അഴിച്ച് മുറുക്കി, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങോട്ട് ഇപ്പം ഇന്നലെ പത്രത്തിലൊന്നും കണ്ടല്ലോ, ഏതൊരു പെൺകുട്ടി പോയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കണ്ടോന്റെ കൂടെ പോവാണ്, കണ്ടോളെയും കൂട്ടിയിട്ട് പോവാണ്. നമുക്കൊന്ന് എന്താ നമ്മൾ ചെയ്യാന്ന് പോലും ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണില്ല. നമ്മൾ അന്തം വിട്ടിക്കണം. എന്താ ചെയ്യുക? ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറിയാൽ ഈ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കാട്ടിക്കൂട്ടണുണ്ടാല് സൂബ ഡാൻസിന്റെ ഭാഗമാണത്. ഇതിഞ്ഞ് ഡാൻസ് എടുത്തിട്ട് മനഃശാസ്ത്രപരമായിട്ടോ സാമൂഹികമായിട്ടോ ഡാൻസ് പഠിപ്പിച്ചിട്ട് ആരെങ്കിലും ലഹരി അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് ഇവരോട് ചോദിച്ചാലോ അത് 14ാം നൂറ്റാണ്ട് മുമ്പുള്ള ചോദ്യമാണ്, 2000 നൂറ്റാണ്ട് മുമ്പുള്ള ചോദ്യമാണ്, 4000 നൂറ്റാണ്ട് മുമ്പുള്ള ചോദ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കളിപ്പിക്കേണ്ട കുറെ ആൾക്കാരുണ്ടല്ലോ അവിടെ. നമ്മുടെ അച്ഛനും അമ്മയും പെങ്ങളും മക്കളും ഒക്കെ കുടിച്ചു കൂത്താടി വീട്ടിൽ വന്നിട്ട് ആരോഗ്യവും സമ്പത്തും സദാചാരവും എല്ലാം തകർത്തെറിയുന്നു. ഓലെ കൊണ്ടൊക്കെ ഉള്ളത് ആദ്യം എടുപ്പിക്കേണ്ടത്. ഈ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കാൻ പറഞ്ഞ മാതിരി നിലപാടുകളും നിലവാരവും ഒന്നും കൃത്യമായിട്ട് ഉറപ്പിക്കാൻ സ്റ്റേജും പ്രായവും ആയിട്ടില്ലാത്ത എൻ്റെ ഇങ്ങളെയും കുട്ടികളുടെ മുകളിൽ വളരെ മാരകമായി ചില സാധനങ്ങൾ. നന്മ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവതരമായ ചർച്ചകൾ നടക്കണം, സത്യസന്ധമായ ചർച്ചകൾ നടക്കണം. ഒളിച്ചു കടത്തല്ല വേണ്ടത്. മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയും നന്മകളെ വിശദമാക്കുകയും എന്നിട്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുകയും
കൊടുക്കുകയൊക്കെ ചെയ്യണം. അതിന് പകരം ഏകപക്ഷീയമായി വ്യക്തികളിലും സമൂഹങ്ങളിലും ഒക്കെ എല്ലാ നിയമങ്ങളും അതിമാരകവും തന്ത്രപരവുമായി ഒളിച്ചു കടത്തി ഭീകരമായി പ്രയോഗിക്കുന്ന സംവിധാനങ്ങളിലൊന്നായിരുന്നു ഫറോവ. ആ ഫറോവനും വെറുതെ വിടാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. മൂസ വളരെ ദുർബലരായിരിക്കെ തന്നെ, ഭൗതികമായി സെറ്റപ്പില്ല, രാഷ്ട്രങ്ങളില്ല, സൈന്യമില്ല, പോലീസില്ല, കോടതിയില്ല, അധികാരമില്ല, ഇന്റലിജൻസ് ഇല്ല. അപ്പോഴും അള്ളാഹ് പറയണ എന്താ? ഇദ്ഹബ് ഇലാ ഫിർഔൻ. ഗൗരവത്തോടുകൂടി പഠിക്കേണ്ട ഭാഗമാണ് അത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം. മൂസ നബിയെ ഫറോവയുടെ അടുത്തേക്ക് അള്ളാഹ് വിടുന്നുണ്ട്. പക്ഷെ നമ്മൾ മൂസയാകാൻ സന്നദ്ധരല്ല. ഫറോവമാര് പള്ള നിറച്ചുണ്ട് ലോകത്ത് മുഴുവൻ. ഫറോവയും ഹാമാനും ഖാറൂനും സാമിരിയും സമൃദ്ധമായി നിറഞ്ഞു കവിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കുറഞ്ഞു പോയത് മൂസയും ഇബ്രാഹിമും അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹറത്തിന്റെ പാഠം താസുവാകും ആശൂറാവും മുഹറൊക്കെ നമുക്ക് നൽകേണ്ടത് മൂസായാകാൻ റെഡിയാണോ നമ്മൾ? ഫറോവമാരുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടോ നമുക്ക്? അതിനുള്ള വൈജ്ഞാനികവും മാനസികവും ധാർമ്മികവുമായ കരുത്തുണ്ടോ നമുക്ക്? അള്ളാഹുവിന്റെ സഹായത്തിന് അല്ലാണ് വിളിക്കുന്നത്. ഇതിനാദാഹു റബ്ബഹു, അല്ല വിളിച്ചു. നിങ്ങളിപ്പോ അല്ല വിളിക്കുവോ? ആരെയാണ് ഇപ്പൊ അല്ല വിളിക്കാൻ പറ്റിയ ആളുകൾ? അല്ല തെരഞ്ഞെടുക്കാൻ എന്നൊക്കെ അള്ളാഹ് പറയണ്ടല്ലോ, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ വിളിക്കർഹരാകാനും അതിലൂടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ശാക്തീകരിക്കപ്പെടാനൊക്കെ ഉള്ള യോഗ്യതയിലേക്ക് വളരുക എന്നുള്ളത് ഈ മുഹറത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതിലേക്ക് കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഞാനും നിങ്ങളൊക്കെ പരിശ്രമിക്കുക. കരുണാവാരിധി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമ്മൾ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങളുടെ ഉള്ളറിവ്, കടമ്പ്, മർമ്മങ്ങൾ തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിതത്തിൽ നിലപാട് സ്വീകരിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നാടോടുമ്പോൾ നടുവേ ഓടി ഒഴുക്കിലെ പൊങ്ങായി താഴേക്ക് ഒഴുകി പോകുന്നതിന് പകരം സാമൂഹിക ജീർണതകൾ മുഴുവൻ ആവാഹിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നതിന് പകരം തെളിഞ്ഞതും വ്യക്തിത്വമുള്ളതും മൂല്യമുള്ളതും കരുത്തുള്ളതും ശക്തിയുള്ളതും സത്യമുള്ളതുമായ ഒരു ഉമ്മത്തായി മാറാൻ അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. മുഹറമും ദുൽഹജ്ജയും റമളാനും സുന്നത്ത് നോമ്പുകളും നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ അതിനാണ് നമുക്ക് ഉപകാരപ്പെടേണ്ടത്. കരുണാവാരിധി അള്ളാഹുവേ, ആ അർത്ഥത്തിൽ ഞങ്ങളെ ശാക്തീകരിക്കാൻ, അത്തരം വലിയ കാര്യങ്ങൾ വളരെ പൂർണ്ണതയോടുകൂടി നിർവഹിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. നമസ്കാരം മുറുകെ പിടിക്കുന്നവരാക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ ഖുർആൻ കൊണ്ട് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ഇബ്രാഹിം, മൂസ, ഈസ, ഈ മഹാന്മാരുടെയൊക്കെ പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ പാത പിൻപറ്റി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അതനുസരിച്ച് മുന്നോട്ട് നയിക്കാൻ പോകാനും ഒക്കെയുള്ള അറിവും കഴിവും സൗകര്യങ്ങളും നിന്ന് നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. സമാധാനവും സ്വസ്ഥതയുമുള്ള അന്തരീക്ഷം നൽകി ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ വീടിനെ, ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ബന്ധങ്ങളിലേക്ക് സാഹോദര്യവും സൗഹാർദ്ദവും സമാധാനവും നിലനിൽക്കുന്ന അന്തരീക്ഷങ്ങൾ ഞങ്ങളുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുടനീളം പരസ്പരം പോരടിക്കുന്ന, പരസ്പരം തോൽപ്പിക്കുന്ന, പരസ്പരം ശത്രുത വിതക്കുന്ന സംവിധാനങ്ങളാണ് ഭരണകൂടങ്ങൾ മുതൽ സോഷ്യൽ മീഡിയ അടക്കം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ശുദ്ധിയും വൃത്തിയും മാനവികതയും ഗുണകാംക്ഷയുമുള്ള നിലപാടുകൾ സ്വീകരിച്ച് ഉയർന്ന വ്യക്തിത്വങ്ങളായി മാറാൻ അള്ളാഹുവേ മുസ്ലിം ഉമ്മത്തിനെയും അതിൻ്റെ സംവിധാനങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. മാസപ്പിറവി മുതൽ കയ്യെട്ടും കുനൂത്തും മുതൽ അതുപോലെ തന്നെ വോട്ടും നോട്ടും മുതൽ എല്ലാറ്റിലും ശിഥിലമാണ് ഈ സമുദായം. അള്ളാഹുവേ ഉമ്മത്തിനെ നീ ഐക്യപ്പെടുത്തണേ തമ്പുരാനെ. പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെയുള്ള വിശാലതകൾ നൽകി ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരെയും അതിൻ്റെ സംഘടനകളെയും അതിൻ്റെ അനുയായികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. പുതിയ കാലത്തിന്റെ എല്ലാ ജീർണതകൾക്കുമെതിരെ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പോരാടാനും പ്രതിരോധിക്കാനും ഒക്കെയുള്ള ധൈര്യവും സ്ഥൈര്യവും സംവിധാനങ്ങളും നൽകി മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ഇണകൾ, കുട്ടികൾ, അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വേദനയും പ്രയാസങ്ങളും രോഗങ്ങളും വാർദ്ധക്യമൊക്കെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ സലാമത്തും ആഫിയത്തും നൽകി നീ അവരോട് കരുണ കാണിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ജീവിതത്തിന്റെ ആരോഗ്യം, കുടുംബം, സമ്പത്ത്, വിവാഹം, സദാചാരം, വലിയ പ്രതിസന്ധികളിലൂടെ വ്യക്തിപരവും സാമൂഹികമായിട്ടൊക്കെ മുസ്ലിം ഉമ്മത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നല്ല ആശ്വാസങ്ങളും പരിഹാരങ്ങളും തുറവികളും നൽകി നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. എല്ലാറ്റിലും എളുപ്പവഴികൾ നൽകി നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളെയും കുട്ടികളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റഹീമീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار وقنا عذاب النار وقنا عذاب النار. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد صلى الله عليه وسلم.